ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇപ്പോൾ സെപ്റ്റംബർ മാസമൊക്കെ ആയി. സെപ്റ്റംബർ മാസത്തിൽ നടേണ്ട കൃഷികളെക്കുറിച്ചുള്ളതായ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ശീതകാല പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഈ സെപ്റ്റംബർ മുതൽ ഇനി അങ്ങോട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതിനനുസരിച്ച് നിങ്ങൾ കൃഷി ചെയ്യാനായിട്ടും ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളിയെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടം പോലെ തക്കാളിയാണ് നമ്മൾ ടെറസിലും നമ്മുടെ പറമ്പിലും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചതും അതേപോലെ തന്നെ നല്ല രീതിയിൽ വിളവെടുത്തതും. കുറേ പേർക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിച്ചു. അതൊരു ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. നമ്മുടെ വീട്ടിലെ തക്കാളി വെച്ചിട്ട് നമ്മൾ സോസൊക്കെ ഉണ്ടാക്കിയതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നട്ടുപിടിപ്പിക്കുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ നിങ്ങളെ പിന്തുടർന്നാൽ ഇനിയും നിങ്ങൾക്ക് നല്ല രീതിയിൽ തക്കാളിയാണെന്നുണ്ടെങ്കിലും ശീതകാല പച്ചക്കറികൾ ഏതാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് നടാനും അതുപോലെ തന്നെ വിളവെടുക്കാനായിട്ടും സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ വിത്തുകളോ ഗ്രോ ബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ശീതകാല പച്ചക്കറികളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ വിത്തുകളും ഗ്രോ ബാഗുകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് തക്കാളിയുടെ കൃഷിയിലോട്ട് പോകാം. ഓണം കൃഷി ചാലഞ്ചിനെ കുറിച്ച് നേരത്തെ നമ്മൾ പറയുന്ന കാര്യമാണ്. ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ സെപ്റ്റംബർ 30 വരെയാണ് നമ്മൾ ടൈം തന്നിരിക്കുന്നത്. ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പം നമ്മൾ നട്ടേക്കുന്നതും വിളവെടുത്തതും ഒക്കെ ആയിട്ടുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. അപ്പം കൂടുതൽ പേര് നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മിനീസ് ലൈഫ് സ്റ്റൈൽ ഓണം കൃഷി ചാലഞ്ച് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കും കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക, പിന്നെ കൃഷി ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് വീഡിയോ എടുത്ത് അയച്ചു തരാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് തക്കാളി വിത്തുകൾ പാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് കിട്ടുന്ന തക്കാളി വിത്തുകളെ നമ്മളൊരു 3 പാർട്ടായിട്ടെങ്കിലും തിരിച്ചിട്ട് നമുക്ക് നടാനായിട്ട് ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് എല്ലാം കൂടെ കിളിച്ച് വന്നിട്ട് നശിപ്പിച്ച് കളയാനേക്കാൾ നല്ലത് കുറേശ്ശെ നടുമ്പോൾ. ഇപ്പം നമ്മൾ 1-ാം തീയതി കുറച്ച് പാകുക, പിന്നെ 15-ാം തീയതി ആകുമ്പം കുറച്ച് പാകുക, പിന്നെ ഒരു സെപ്റ്റംബർ 30 ആകുമ്പോഴത്തേക്ക് കുറച്ച് പാകിയാൽ നമുക്കൊരു 5-6 മാസത്തേക്ക് നമുക്ക് ഈ തക്കാളിയിൽ നിന്നിങ്ങനെ വിളവെടുക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു 3ആയിട്ട് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഭാഗം എടുക്കാം. കുറേശ്ശെ മതി. ഇതിപ്പം കുറേ ഉണ്ടല്ലോ, ഇതെല്ലാം കിളിച്ച് വരുന്ന അരികളാണിത്. ബാക്കി നമുക്ക് മാറ്റാം. അപ്പം എന്താണ്ട് ഇത് വിളവൊക്കെ എടുത്ത ഒരു ഗ്രോ ബാഗാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ മണ്ണൊക്കെ കണ്ടു നല്ല കറുകറാന്നിരിക്കുകയാണ്. നല്ല വളമൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ 2-3 കൃഷിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണൊക്കെ നല്ലതുപോലെ വളക്കൂറുള്ള മണ്ണായിട്ടങ്ങ് മാറുന്നതാണ്. അപ്പം അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ തക്കാളി വിത്തുകൾ, ഞാനിത് പ്രത്യേകിച്ച് മുളപ്പിക്കുന്നതൊന്നുമില്ല, ഡയറക്റ്റ് ഇങ്ങനെ മണ്ണിനകത്ത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സുഡോമോണസിനകത്ത് കുതിർക്കണമെന്നുണ്ടെങ്കിൽ തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിട്ട് കിളിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ടാലും അത് അവരിഞ്ഞ് കിളിച്ച് വന്നോളും. നമ്മൾ ആവശ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അവരങ്ങ് കിളിച്ച് വന്നോളും. ഇനി നമുക്ക് ഒരുപാട് താഴ്ചയിലോട്ട് കൊണ്ടുപോകാതെ ജസ്റ്റ് ഒന്ന് മണ്ണ് നീക്കിയിട്ട് കൊടുക്കാം. ആദ്യം വന്ന വിത്തുകൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അത് അവിടെ എവിടെയും കൊണ്ട് കളയാതെ എവിടെയെങ്കിലും നമുക്ക് പിന്നെയും കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് വേണം ഇത് കൊണ്ടുവയ്ക്കാനായിട്ട്. ഇതിപ്പം നമ്മൾ അങ്ങനെ അരി പാകി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം കണ്ട ഒരു 5-6 ഇല പരുവമൊക്കെ ആയിട്ട് നല്ലതുപോലെ പറിച്ച് നടന്ന പരുവമായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു ഗ്രോ ബാഗിനകത്തോട്ട് നമുക്കത് പറിച്ച് നടണം. അപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 10-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പരുവാകും. ഇതിന് മുമ്പേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറിച്ച് നടാം. കണ്ടില്ലേ, അങ്ങനെ പറിച്ച് നട്ടതാണ്ട കുറച്ച് നിൽക്കുന്നുണ്ടോ. ഇപ്പോൾ ഈ നിൽക്കുന്ന തൈകളൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളായിരുന്നു. ഇപ്പം നമ്മുടെ പച്ച ഗ്രോ ബാഗിനകത്തോട്ട് കുറച്ച് നട്ടിട്ടുണ്ട്. അപ്പം അവിടുന്ന് തന്നെ 10-25 ഗ്രോ ബാഗും അതിൻ്റെ മണ്ണും എല്ലാം നിറച്ചാണ് നമുക്ക് തന്നത്. അപ്പോൾ അതൊരു നമ്മൾ പൈസ കൊടുത്തിട്ടാണ് കേട്ടോ, വെറുതെ ഒന്നും അല്ല. 500 രൂപ അടച്ചു നമ്മൾ കാര്യം അടയ്ക്കുന്ന റെസിപ്റ്റും ഒക്കെ കൊടുക്കുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. കൃഷിഭവനുമായിട്ടൊക്കെ നമുക്കൊരു ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്നതായ തൈകൾ അതേപോലെ തന്നെ വിത്തുകൾ ഇങ്ങനെ മണ്ണ് നിറച്ച ഗ്രോ ബാഗുകളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം പക്ഷേ അവർ നമ്മളെ തേടി വരുമൊന്നുമില്ല. നമ്മൾ എന്താ വേണം, കൃഷിഭവനുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് നിന്നാൽ നമുക്ക് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും. അല്ലെങ്കിൽ കിട്ടുന്നവർക്ക് തന്നെ ഇത് കിട്ടിക്കൊണ്ടിരിക്കും, അല്ലാത്തവരൊന്നും ഇതൊന്നും അറിയത്തുമില്ല. അപ്പം ഈ ശീതകാല പച്ചക്കറികളൊക്കെ ഇപ്പം അവിടെയൊക്കെ വരുന്ന ടൈമാണ്. അപ്പം നിങ്ങളതൊക്കെ പിന്നെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അവിടെയായിട്ട് എപ്പോഴും ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവിടുത്തെ ഒരു നമ്പരെങ്കിലും വാങ്ങിച്ചു വെച്ചിരുന്നാൽ അപ്പോൾ എൻ്റെ കൃഷിഭവനിൽ വരുന്ന അതേ രീതിയായിരിക്കും
ആയിരിക്കത്തില്ല വേറൊരു കൃഷിഭവനിൽ വരുന്നത്. അപ്പോൾ ഓരോ ഇടത്തും ഓരോ സ്കീമൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ സ്കീമൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് അതിന് ഓരോ ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കൃഷി രീതികളൊക്കെ അറിയാനും വളപ്രയോഗങ്ങളൊക്കെ അറിയാനും അവിടെ വരുന്നതായ വളങ്ങളൊക്കെ കിട്ടാനും ഒക്കെ അത് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തക്കാളി കൃഷിയാണ് നമ്മുടെ ഇപ്പം മെയിനായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതായ തക്കാളി തൈകളാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് വളം ചേർക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഗ്രോ ബാഗ്, മണ്ണ് നിറച്ച ഗ്രോ ബാഗ് നമുക്ക് വെറുതെ കിട്ടിയതൊന്നും അല്ല കേട്ടോ, അതിന് പൈസ കൊടുക്കണം. ഞാൻ 25 ഗ്രോ ബാഗിന് 500 രൂപയും നമ്മുടെ കരം അടച്ച റെസിപ്റ്റും അവിടെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവരെ പറയും. നമ്മൾ അവിടെ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മളോട് പറയും ഇന്ന സ്കീമുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര പൈസയൊക്കെ അടച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കിട്ടുന്നത് വെള്ള ഗ്രോ ബാഗാണ്, പച്ച ഗ്രോ ബാഗല്ല. പച്ച ഗ്രോ ബാഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ www.theminislifestyle.com വന്നാൽ നിങ്ങൾക്ക് പച്ച ഗ്രോ ബാഗും അത് കുറേ കാലം നിൽക്കുന്ന ഗ്രോ ബാഗ് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 3 വർഷത്തോളമായ ഗ്രോ ബാഗാണ് നമ്മുടെ ഇരിക്കുന്നത്. ഞാൻ വലിയ ഇതൊന്നും പറയുന്നതൊന്നുമല്ല. ഇപ്പോൾ കുറേ നാൾ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 30 രൂപ കൊടുത്താലും യാതൊരു നഷ്ടവും ഇല്ല ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ഈ പച്ച ഗ്രോ ബാഗ് എന്ന് പറയുന്നത് മീഡിയം ടൈപ്പാണ്, നമുക്ക് കൃഷിക്ക് പറ്റിയ ഗ്രോ ബാഗ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ ടൈപ്പ് ഗ്രോ ബാഗ് വന്നിട്ടുണ്ട്, റിവേഴ്സ എന്ന് പറയുന്ന ഗ്രോ ബാഗ് എത്തിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ മേളിലും നമുക്ക് കെട്ട് ഉണ്ട്. അത് നമുക്ക് ഈ മഴ ടൈമിലൊക്കെ നമുക്ക് വെള്ളം കയറാതൊക്കെ കെട്ടി വയ്ക്കാനൊക്കെ പറ്റിയൊരു ഗ്രോ ബാഗാണ് അത് കേട്ടോ. നമ്മൾ കഴിഞ്ഞൊക്കെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കാച്ചിലൊക്കെ നട്ട വീഡിയോയിൽ. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കാനോ ഒന്നും അനുവദിക്കാതെ അതിൻ്റെ മേളിലും കൂടെ നമ്മളിങ്ങനെ കെട്ടി വെക്കുമ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് പിന്നെ മഴവെള്ളം അതിനകത്ത് വീണ് നമ്മുടെ പച്ചക്കറികളെ ചീഞ്ഞു പോകാതെ നമുക്കത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്കതിനകത്ത് ചെയ്യുന്ന വളപ്രയോഗം നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഇതിങ്ങനെ വളർന്നു വന്നതിനകത്തുനിന്ന് ആരോഗ്യമുള്ള തൈകളെ മാത്രം നമ്മൾ എടുക്കണം, എന്നിട്ട് വേണം നമ്മൾ പാകാനായിട്ട്. ആരോഗ്യമില്ലാത്ത തൈകളെ ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നല്ലതുപോലെ വളർന്നു വരുന്ന തൈകളെ എടുക്കാം. കണ്ടില്ലേ, ഇത് ഇങ്ങനെ ആരോഗ്യമുള്ള തൈകളെ നോക്കി നമ്മൾ എടുത്തിട്ട് വേണം നടാനായിട്ട്. പിന്നെ നമുക്ക് അത് നിൽക്കുന്ന മണ്ണിൻ്റെ സ്ഥലമൊന്നും അത്രയൊന്നും കളയണ്ട കേട്ടോ. കുറച്ച് മണ്ണും കൂടെ അതിനോട് ചേർന്ന് നിന്നിട്ട് വേണം നമ്മളതിനെ പൊക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് വേറൊരു ഗ്രോ ബാഗിനകത്തോട്ട് നടാം. അപ്പോൾ നമ്മൾ നേരത്തെ നട്ടിരിക്കുന്നതായ ഒരു ഗ്രോ ബാഗിൽ തന്നെയാണ് ഞാൻ നടുന്നത്. അപ്പോൾ അഥവാ നിങ്ങൾ പുതിയ ഗ്രോ ബാഗ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ, നമ്മൾ വിത്ത് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് നമ്മുടെ മണ്ണ് ഒരുക്കിയിട്ടേക്കണം. എന്നിട്ട് നമ്മൾ പറിച്ച് നടാറാകുമ്പോഴത്തേക്കൊക്കെ അതിനകത്ത് ചാണകവും പിന്നെ വേപ്പൻ പിണ്ണാക്കും എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ തൈ പറിച്ച് നടാനായിട്ടുള്ള പരുവാകും. അപ്പം ഞാൻ ഉപയോഗിച്ചിരുന്നതായ ഗ്രോ ബാഗ് ആയതുകൊണ്ട് അതിൻ്റെ മണ്ണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കോട്ട് കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചാണകപ്പൊടി ഈ നടുക്കോട്ട് ഇട്ടിടുക. വേറെ ഇപ്പം ജൈവവളം ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാണകം അങ്ങോട്ട് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തക്കാളി തൈ കുറച്ച് ആഴത്തിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇച്ചിരി മണ്ണ് ഇങ്ങനെ അങ്ങോട്ട് നല്ലതുപോലെ നീക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇത് ഇനി അതിൻ്റെ അടുത്ത ഘട്ടം കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഗ്രോ ബാഗിനകത്ത് 1 അല്ലെങ്കിൽ 2 തൈ നമുക്ക് നടാവുന്നതാണ്. ഇപ്പോൾ ഞാനകത്ത് 1 നട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ മണ്ണ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ചെറുതായിട്ട് ഒന്ന് വേരൊന്നും പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ആദ്യം വെള്ള ഗ്രോ ബാഗ് ആകുമ്പോൾ നമ്മുടെ ഈ ഗ്രോ ബാഗിനകത്ത് തട്ടുമ്പോൾ ഗ്രോ ബാഗ് ഒന്നും കട്ട് ചെയ്ത് പോകരുത്. എന്നിട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടി അതിനകത്തോട്ട് കൊടുക്കണം. ചാണകപ്പൊടി കണ്ടോ, നല്ല പൊടിഞ്ഞ് നല്ല സുന്ദരമായിട്ടിരിക്കുന്ന കണ്ടില്ലേ. ഇതിനാണ് പറയുന്നത് ചാണകം ഒരു കുഴിക്കകത്തിട്ടിട്ട് മൂടി ഇട്ടേക്കണമെന്ന് പറയുന്നത്. ഇതിൻ്റെ ചുറ്റിനും നമുക്കത് ഇട്ട് കൊടുക്കാം. ഒരു 10 മൂട് തക്കാളി എങ്കിലും നടണം കേട്ടോ ഇപ്രാവശ്യം എല്ലാവരും. അത് പിടിച്ച് നിൽക്കുന്നതാണ് തന്നെ എന്ത് ഭംഗിയാണെന്ന് പറയുമ്പോൾ. പല അസുഖങ്ങളുണ്ടാകും. നമ്മൾ 10 എണ്ണം നട്ടെങ്കിൽ മാത്രമേ ഒരു 6 എണ്ണമെങ്കിലും നമുക്ക് ബലവത്തായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളെപ്പോഴും ഇടുന്നതായ സൂപ്പർ മീൽ എന്നുള്ളതായ വളവും കൂടാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അത് ഞാൻ ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട്.
ഇതിപ്പം വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും എല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും അങ്ങ് ഇട്ട് കൊടുക്കാം. വേരിൻ്റെ അടുത്തോട്ടൊന്നും പോകണ്ട, ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം കുറച്ച് മണ്ണും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ വളം ഇടുമ്പോൾ കുറേശ്ശെ മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഇതിൻ്റെ മണ്ണ് നിറച്ച് വയ്ക്കരുത്. കാരണം വളം ഇടുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും മണ്ണ് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ മതിയാവൂ. ഇത് എന്ന് വെച്ചാൽ ഇതിൻ്റെ വേര് ഒരിക്കലും മേലോട്ട് വന്നിരിക്കരുത്. വേരെപ്പോഴും ഇങ്ങനെ മൂടി തന്നെ ഇരിക്കണം കേട്ടോ. പെട്ടെന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വേര് വന്നുകൊണ്ടേ ഇരിക്കും. അതിനനുസരിച്ച് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനകത്ത് ഒരു കമ്പൊക്കെ കുത്തിയിട്ട് നമ്മൾ മേലോട്ട് ഇത് കെട്ടി വയ്ക്കണം. അത് കെട്ടി വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എന്താ വേണമെന്ന് അറിയാമോ, ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒരു കമ്പൊക്കെ, ഒരു ആരോഗ്യമുള്ള കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് വേണം നിർത്താൻ. അപ്പം വളം ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ കമ്പ് കുത്തണം. അല്ലെങ്കിൽ നമ്മൾ ആഴത്തിലോട്ട് കമ്പ് കുത്തുമ്പോൾ അതിൻ്റെ വേരൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു പരുവത്തിൽ ഒരു കമ്പ് നമ്മൾ കെട്ടി കൊടുത്തിട്ട് പിന്നെ ആണെങ്കിൽ ഒരു വള്ളി കണ്ടില്ലേ, നമ്മുടെ ഈ ചെടിയേലും ഈ കമ്പേലും ചുറ്റിക്കൊണ്ട് ഒരു വള്ളി ഇങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ ചുറ്റി നമ്മൾ മേലോട്ടൊന്ന് കെട്ടിയിട്ടിരുന്നാൽ എത്ര കാറ്റ് വന്നാലും നമ്മുടെ തക്കാളിക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയിലൊക്കെ പൂക്കളൊക്കെ വന്നു തുടങ്ങും. കണ്ടോ, ഇപ്പം പൂവും ചെറിയ രീതിയിൽ കായൊക്കെ പൂ കൊഴിഞ്ഞിട്ട് കായൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും വളം ചേർക്കണം. അപ്പോൾ വേരൊക്കെ മേലോട്ട് വന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ മണ്ണും വളവും ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ കായൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പം വീണ്ടും നമുക്ക് കുറച്ച് വളം കൂടെ ചേർക്കാം. അപ്പം 10 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിനകത്ത് സ്യൂഡോമോണസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിവേറിയ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. പിന്നെ പൂവും ഒക്കെ ആയി വരുമ്പോൾ എപ്സം സാൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ പൂക്കളൊന്നും കൊഴിയാതെ നമുക്കതെല്ലാം കായായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിനകത്ത് വളം കൊടുക്കണം. പിന്നെ ജൈവ സ്ലറി എന്ന് വെച്ചാൽ എല്ലാ പച്ചക്കറികൾക്കും സൂപ്പറായിട്ടുള്ളൊരു വളമാണ്. അപ്പം ഇതൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് ഇത് കുറേശ്ശെ നമ്മൾ കലക്കി വയ്ക്കുക. ഒരുപാട് കലക്കി വെച്ചിട്ട് സ്മെല്ലൊക്കെ വന്നിട്ട് നാട്ടുകാരും ഒന്നും വഴക്ക് പറയാതെ കുറേശ്ശെ നമ്മൾ കലക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ചെടികൾക്ക് വേണ്ടുന്ന രീതിയിൽ കൊടുത്തിട്ട് അത് പെട്ടെന്ന് അങ്ങ് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇരിക്കും തോറും അല്ലെങ്കിൽ സ്മെല്ല് കൂടും. അതിനകത്ത് കുറച്ച് ശർക്കരയൊക്കെ ഇട്ടാൽ സ്മെല്ലിന് കുറച്ചൊരാശ്വാസം കിട്ടും. എന്നാലും ഒരുപാട് നാളൊന്നും അത് വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് തന്നെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതൊക്കെ ഒഴിക്കുമ്പോൾ. അതുകൊണ്ട് ജൈവ സ്ലറി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ചെടികൾക്ക് നല്ല ത്വരിത രീതിയിലുള്ളതായ വളർച്ചയാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നല്ലതുപോലെ കായും എല്ലാം ഉണ്ട്. എല്ലാ പച്ചക്കറികൾക്കും നല്ലൊരു സംഭവമാണ് അത് കേട്ടോ. അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് വളമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഒറ്റ കമ്പായിട്ടൊക്കെയാണ് നമ്മുടെ ഈ തക്കാളി വളർന്നു വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 ശിഖരമായിട്ട് വളർന്നു വരുന്നുണ്ടെങ്കിൽ ആ 2 ശിഖരത്തിൻ്റെയും മണ്ട ഒന്ന് നമ്മൾ നുള്ളി കൊടുത്താൽ, നമ്മൾ പലതിനും നമ്മുടെ മണ്ട നുള്ളി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം അങ്ങനെ നുള്ളി കൊടുത്താൽ നമുക്ക് കുറേ ശിഖരങ്ങളുണ്ടാകും, കുറേ തക്കാളിയും പിടിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് നല്ലൊരു ടിപ്സാണ്, നിങ്ങളതും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടം പോലെ കായൊക്കെ പിടിക്കുന്ന, ഞാൻ നേരത്തെ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഈ പഴുത്ത ഇലകളൊക്കെ നമ്മൾ ഇതിനകത്ത് നിർത്തിയേക്കാതെ അത് അപ്പം തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കണം. അല്ലെങ്കിൽ എല്ലാ ഇലയ്ക്കും ഇങ്ങനെ മഞ്ഞളിപ്പ് ഉണ്ടാകാനായിട്ട് ഇടയാകും. ഇനി നമുക്ക് നമ്മുടെ സ്ഥിരം വളം തന്നെ നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ജൈവ സ്ലറി കലക്കിയിട്ടില്ല, പച്ച ചാണകം ഇനി ഒക്കെ സംഘടിപ്പിക്കണം. അപ്പോൾ ചാണകം എത്ര കൂടിയാലും നമ്മുടെ പച്ചക്കറികൾക്കോ ഒന്നിനും ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. അപ്പം ജൈവവളമോ രാസവളമൊക്കെ ഇടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. അപ്പം ഒരു പിടി നമ്മുടെ സൂപ്പർ മീൽ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് മണ്ണും കൂടെ മേളി വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നല്ല രീതിയിൽ. അപ്പോൾ മണ്ണൊക്കെ നമ്മൾ മഴയൊന്നും നനയാതെ കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ നമുക്ക് അത് നല്ലതാണ്, വെയിറ്റൊന്നും കാണത്തില്ല. മേലോട്ടൊക്കെ ടെറസിലൊക്കെ കൊണ്ടുവരക്കാന്നുണ്ടെങ്കിലും നമ്മൾ വേനൽക്കാലത്തൊക്കെ കുറച്ച് മണ്ണൊക്കെ വളമൊക്കെ ആക്കി മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ ഇപ്പം വെയിറ്റ് ഇല്ലാതെ ഏത് പ്രായക്കാർക്കും മുകളിലോട്ട് കൊണ്ടുപോയിട്ട് കൃഷി ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് തക്കാളിയിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ പെട്ടെന്ന് വാടിപ്പോകാന്നുണ്ടെങ്കിൽ പിന്നെ പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ അത് വാടുന്നവരെ നോക്കിയിരിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഒന്നെങ്കിലും ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ പെട്ടെന്നുള്ളതായ വാട്ടമൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പം നിങ്ങൾക്ക് തക്കാളിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശീതകാല പച്ചക്കറികളുടെ വിത്തുകളെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഏത് വേണമെന്നുണ്ടെങ്കിലും ഉണ്ട്. ബ്രൊക്കോളി, നമ്മുടെ വയലറ്റ് ക്യാബേജ് എന്ന് വേണ്ട എല്ലാ ടൈപ്പും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും ഒക്കെ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് ഓർഡർ ചെയ്താൽ എല്ലാം നിങ്ങളുടെ വീട്ടുപടിക്കൽ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.